ഹായ്, വെൽക്കം ബാക്ക്. യോഹന്നാൻ ശ്ലീഹ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വചനം എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ലോഗോസ് എന്നാണ്. ലോഗോസ് എന്നതിന് കുറേ അർത്ഥങ്ങളുള്ള വളരെ റിച്ച് ആയിട്ടുള്ളൊരു വാക്കാണ്. ഇതിൻ്റെ അർത്ഥം വാക്ക്, പ്രഭാഷണം, യുക്തി അഥവാ കാരണം, തത്വം അഥവാ സിദ്ധാന്തം എന്നൊക്കെയാണ്. ഇനി ഈ വീഡിയോയിൽ ഞാൻ ലോഗോസ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് തൻ്റെ ലോഗോസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിക്ക് ഒരു യുക്തിയുണ്ട്, അതായത് ഒരു ലോജിക് ഉണ്ട്. ഈ യുക്തി നമുക്ക് പിടികിട്ടുന്നത് നാച്ചുറൽ ലോ അഥവാ പ്രകൃതിയുടെ നിയമങ്ങളിലൂടെയാണ്. നമ്മൾ മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകത, ദൈവം നമുക്കും ഒരു ചെറിയ ലോഗോസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആത്മാവ് അഥവാ റാഷണൽ സോൾ എന്നൊക്കെ വിളിക്കും. ഈ ആത്മാവിലുള്ള റാഷണാലിറ്റി അഥവാ യുക്തി ഉപയോഗിച്ച് ദൈവത്തിന്റെ കൃപയുടെ സഹായത്താൽ ഈ പ്രകൃതിയുടെ നിയമങ്ങൾ തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് പറ്റും. സത്യം പറഞ്ഞ മൃഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് അതാണ്. അഗസ്റ്റിൻ പാപത്തെ ഡിഫൈൻ ചെയ്യുന്നത് നിത്യനിയമത്തിന് വിരുദ്ധമായ വാക്ക്, പ്രവൃത്തി, ആഗ്രഹം എന്നൊക്കെയാണ്. സോ പാപം അഹങ്കാരത്തിന്റെ ഫലമാകുന്നതിനുപരി ഒരു വലിയ വിഡ്ഢിത്തം കൂടിയാണ്. ഇറ്റ്സ് സംതിങ് ഇറാഷണൽ, ഇല്ലോജിക്കൽ. പാപത്തിൽ വീഴുന്നതിന് മുൻപ് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ലോഗോസും ദൈവത്തിന്റെ ആത്മാവും കൂടെ നടന്ന് അവനെ നന്മയിലേക്ക് ലോജിക്കലി വളരാൻ സഹായിക്കുകയായിരുന്നു. വൈ? അങ്ങനെ അവനെ വിശുദ്ധീകരിച്ച് ദൈവീകരിക്കാൻ. അതിന്റെ അർത്ഥം ആദവും ഹവ്വയും ദൈവമാകാൻ ആഗ്രഹിച്ചതല്ല പാപം. ദൈവമാവുക, ദൈവമക്കളാവുക, ദൈവീകരിക്കപ്പെടുക എന്നുള്ളത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. അവരുടെ പാപം അവർ ദൈവത്തെ കൂടാതെ ദൈവമാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. അപ്പന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ധൂർത്തപുത്രനെ പോലെയായി മനുഷ്യൻ. പാപം കാരണം ലോകം ഒരു തുണിയെ പോലെ ഉള്ളിൽ നിന്ന് ജീർണിക്കാൻ തുടങ്ങി. പോവാണെങ്കിൽ പോട്ടെ എന്ന് വേണമെങ്കിൽ ദൈവത്തിന് വിചാരിക്കാമായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ വിചാരിച്ചില്ല. ഹി പ്ലാൻ ടു ടേക്ക് എൻ ഇനീഷ്യേറ്റീവ്. ഒറ്റ വാക്കുകൊണ്ട് എല്ലാം റീബൂട്ട് ചെയ്യാൻ കഴിവുള്ളവൻ ചരിത്രത്തിൽ സമയമെടുത്ത് നമ്മെ രക്ഷിക്കാൻ തീരുമാനമെടുത്തു. വൈ? ബിക്കോസ് ഹി ടുക്ക് ആ ഫ്രീഡം സീരിയസ്ലി. സ്നേഹിക്കാനും ഈ സ്വാതന്ത്ര്യം ആവശ്യമാണല്ലോ. വീണുപോയ ലോകത്തിൽ നിന്ന് ഓരോരുത്തരായി അവൻ തിരഞ്ഞെടുത്തു. ഒരാൾ ഒരു കുടുംബമായി, ഒരു കുടുംബം ഒരു ജനതയായി. ഈ ജനവുമായിട്ട് അവ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അന്നത്തെ നിയമം അനുസരിച്ച് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടിയിൽ ഒരു പാർട്ടി ആ ഉടമ്പടി തെറ്റിച്ചാൽ മറു പാർട്ടി ആ ഉടമ്പടി മാനിക്കാൻ ബാധ്യസ്ഥനല്ല. പക്ഷേ ഇസ്രായേൽക്കാർ എന്നൊക്കെ ഉടമ്പടി തെറ്റിച്ചോ അന്നൊക്കെ വിശ്വസ്തനായി നിന്നത് ദൈവമാണ്. ആ ജനതയെ അവൻ എല്ലാ രീതിയിലും രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി. ആശയപരമായ രീതിയിൽ പാപവും ദുഃഖവും ദൈവത്തിൽ നിന്നല്ല എന്ന തിരിച്ചറിവ് അവർക്ക് നൽകി. വേദനിക്കുന്നവന്റെ കൂടെയുണ്ട് ദൈവം എന്ന ബോധം അവർക്ക് നൽകി. തെറ്റ് ചെയ്താൽ അതിന് തക്കതായ ഒരു ഫലമുണ്ടെന്നും അവർ പഠിപ്പിച്ചു. പാപത്തിന്റെ വിലയാണ് ജീവനെന്നും ആ ജീവന് പകരമാണ് ബലിയർപ്പണമെന്നും അവർ മനസ്സിലാക്കി. ആബേല് തൊട്ട് പാപികൾ കാരണം വിഷമം അനുഭവിക്കുന്ന കുറെ നിഷ്കളങ്കരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പാപികൾക്ക് വേണ്ടി മരിക്കുന്ന ഒരു നിഷ്കളങ്കനായ ദാസനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ട്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ടും ദൈവം ട്രാൻസെൻഡന്റൽ ആയതുകൊണ്ടും മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്താൻ മാധ്യസ്ഥം ആവശ്യമായിരുന്നു. പഴയ നിയമത്തിൽ ഇങ്ങനെ മാധ്യസ്ഥം വഹിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാം, ചില വ്യവസ്ഥകളെയും നമുക്ക് കാണാം. പാപത്തിൽ നിന്നകന്ന് ദൈവത്തോട് അടുപ്പിക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന പുരോഹിതരുണ്ടായിരുന്നു. അത് ചെയ്യാൻ ദൈവസാന്നിധ്യമുള്ള ദേവാലയമുണ്ടായിരുന്നു. ദൈവവചനം മനുഷ്യരിലേക്ക് എത്തിക്കാൻ പ്രവാചകരുണ്ടായിരുന്നു. ദൈവത്തെ പ്രതിനിധീകരിച്ച് അവന്റെ നിയമം അഥവാ കൽപ്പനകൾ അനുസരിച്ച് ജനതയെ നയിക്കാൻ രാജാക്കന്മാരുണ്ടായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, സാമൂഹികപരമായും ധാർമ്മികമായും തത്വശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഒരു രീതിയിൽ ദൈവം ലോകം മുഴുവനെയും പ്രത്യേകിച്ച് അവന്റെ ജനതയും രക്ഷയ്ക്കായി ഒരുക്കുകയായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ പാപത്തിനു മുൻപ് മനുഷ്യനെ ദൈവീകരിക്കാൻ സഹായിച്ച ലോഗോസിനെ കുറിച്ചും ദൈവാത്മാവിനെ കുറിച്ചും നമ്മൾ കണ്ടു. പാപം കാരണം മനുഷ്യൻ വീണുപോയെങ്കിലും ദൈവത്തിന്റെ ഈ പദ്ധതിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെ സമയത്തിന്റെ പൂർണ്ണതയിൽ ആ പറഞ്ഞ ദൈവത്തിന്റെ ലോഗോസ് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി മനുഷ്യനായി. എന്താണ് ഈ മനുഷ്യ സ്വഭാവം? ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? എന്തൊക്കെയാണ് മനസ്സിൽ വന്നത്? ശരീരം, ആത്മാവ്, ചരിത്രം, ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, വേദനകൾ, അവന്റെ സാമൂഹിക, സാംസ്കാരിക, തത്വ രാഷ്ട്രപരമായ കോണ്ടെക്സ്റ്റുകൾ, അങ്ങനെ പലതും. ഇതിനെയൊക്കെ കൂടി നമുക്ക് മനുഷ്യ സ്വഭാവം എന്ന് വിളിക്കാം. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി ദൈവമാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവനായിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ സമയമില്ല. അതുകൊണ്ട് ബിഫോർ, ആഫ്റ്റർ ഇങ്ങനെയൊന്നും അവിടെയില്ല. പക്ഷേ ഒരു പുതിയ കോണ്ടെക്സ്റ്റിൽ, അതായത് സ്ഥലകാല ലിമിറ്റേഷൻസ് ഉള്ള ഈ സൃഷ്ടിയുടെ കോണ്ടെക്സ്റ്റിൽ അവൻ മാറ്റത്തിന് വിധേയമായ ഒരു മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. സോ ഇവിടെ മാറ്റം വരുന്നത് ദൈവിക സ്വഭാവത്തിനല്ല, മറിച്ച് മാനുഷിക സ്വഭാവത്തിനാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ
ദൈവം മനുഷ്യനോളം താഴ്ന്നു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അവൻ മനുഷ്യത്വത്തെ അവനോളം ഉയർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം ക്രിസ്തുവിൽ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചപ്പോൾ മനുഷ്യ സ്വഭാവത്തിന് ഒരു പുതിയ അർത്ഥം കിട്ടി. അങ്ങനെ ഈ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ദൈവത്തിന്റെ ലോഗോസ് യേശു ക്രിസ്തു എന്നറിയപ്പെട്ടു. ദൈവവും മനുഷ്യനുമായ ക്രിസ്തു പഴയ നിയമത്തിലെ എല്ലാ മാധ്യസ്ഥത്തിന്റെയും ഒരു പെർഫെക്റ്റ് പൂർണ്ണതയായിരുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള പുരോഹിതനാണ്, ബലിവസ്തുവാണ്, ദേവാലയവുമാണ്. ദൈവത്തെ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്, ദൈവവചനം തന്നെയാണ്, ദൈവത്തിന്റെ നിയമമാണ്, ആ നിയമം അനുസരിച്ച് ലോകം ഭരിക്കുന്ന രാജാവാണ്. എ പെർഫെക്റ്റ് മീഡിയേറ്റർ. അവൻ ഈ ഭൂമിയിൽ ചെയ്ത ഓരോ അത്ഭുതവും, അത് കുരുടിന് കാഴ്ച നൽകുന്നതായാലും പ്രകൃതിയെ ശാന്തമാക്കുന്നതായാലും അപ്പം വർദ്ധിപ്പിക്കുന്നതായാലും പിശാചിനെ ബഹിഷ്കരിക്കുന്നതായാലും വെള്ളം വീഞ്ഞാക്കുന്നതായാലും, യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ അവന്റെ രാജ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന അടയാളങ്ങളായിരുന്നു. അവൻ ദൈവപുത്രനായിരിക്കുന്നത് കൊണ്ട് അവൻ എന്തൊക്കെ പറഞ്ഞോ ചെയ്തോ അതൊക്കെ ദൈവഹിതമനുസരിച്ചായിരുന്നു. മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്ന പെർഫെക്റ്റ് റെസ്പോൺസ് ക്രിസ്തുവിൽ ദൈവത്തിന് കിട്ടി. അവൻ ഏതൊക്കെ മനുഷ്യ സാഹചര്യത്തിലൂടെ കടന്നുപോയോ അതിനൊരു പുതിയ അർത്ഥം ലഭിച്ചു. മനുഷ്യജീവന്റെ ഓരോ ഡൈമെൻഷനും അവൻ ദൈവമഹത്വത്തിനായി ഉപയോഗിച്ചു. പാപം മനുഷ്യന്റെ വിളിയെ തടസ്സപ്പെടുത്തിയപ്പോൾ ക്രിസ്തു നീതിയിലും സ്നേഹത്തിലും ജീവിച്ച് എങ്ങനെയാണ് നമുക്കും സത്യത്തിലും നന്മയിലും സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പഠിപ്പിച്ചു. പാപം നമ്മുടെ ദൈവമക്കളാവാനുള്ള ലക്ഷ്യത്തെ തന്നെ മാറ്റിക്കളഞ്ഞപ്പോൾ ക്രിസ്തു ജീവിതത്തെ മുഴുവൻ ദൈവത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കായി അർപ്പിച്ച് ദൈവപുത്രനായി മാറാനുള്ള നമ്മുടെ ലക്ഷ്യത്തെ പുനഃസ്ഥാപിച്ചു. ദാവീദ് ഇടയനായിരുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. സിംഹമോ കരടിയോ വന്ന ആട്ടിൻപറ്റത്തിൽ നിന്നോ ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അതെന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. കാണാതെ പോയ മനുഷ്യനെ തേടി വന്ന നല്ല ഇടയൻ ഇറങ്ങി വന്നത് സാത്താൻ എന്ന സിംഹത്തിന്റെ മടയിലേക്കാണ്. ദൈവം മനുഷ്യന്റെ പാപത്താൽ വേദനിക്കാൻ തന്നെ തന്നെ വിട്ടുതന്നു. നമ്മുടെ പാപങ്ങൾ അവൻ വഹിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം മനുഷ്യ പാപത്തിന്റെ കോൺസിക്വൻസ് അഥവാ ഫലം അനുഭവിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവനിൽ പാപമില്ലാതിരുന്നിട്ടും പാപത്തിന്റെ കയ്പ് അവൻ അനുഭവിച്ചു. ഈ ലോകത്തിലെ ദുഷ്ടരുടെ പാപത്തിന്റെ കയ്പ് നിഷ്കളങ്കർ അനുഭവിക്കുന്ന പോലെ. അതായത് ഈ ലോകത്തിൽ മനുഷ്യന്റെ, അതായത് എൻ്റെ, നിന്റെ അഹങ്കാരം, ദൈവത്തിനെതിരെയുള്ള ഡിറക്റ്റ് അഥവാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എതിർപ്പ്, ലസ്റ്റ്, കാപട്യം, അക്രമം, അനീതി, ദരിദ്രരുടെയും ബലഹീനരുടെയും ചൂഷണം, നുണകൾ, വെറുപ്പ്, അങ്ങനെ ഈ ലോകത്തിന് വെറും അബ്സ്ട്രാക്ട് ഐഡിയ ആയ പാപത്തിന് ചോര വാർന്നൊഴുകുന്ന ഈശോയുടെ മുഖത്തിൽ, അവന്റെ ആണിപ്പഴുതുകളുള്ള കൈകാലുകളിൽ ഒരു ടാഞ്ചിബിളായ ഒരു മുഖം ലഭിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ വില ദൈവത്തിന്റെ ജീവനാണെന്ന് പറയാം. അതുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ ചോരയുടെ വിലയുണ്ട്, ഇൻഫിനിറ്റ് വാല്യൂ. സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ആരാണ് ക്രിസ്തുവിന്റെ സ്നേഹിതൻ? അവനെ ഒറ്റുകൊടുക്കുന്ന സമയത്ത് യൂദാസിനെയും അവൻ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. സോ അവനെ സ്നേഹിക്കുന്നവരല്ല, അവൻ സ്നേഹിക്കുന്നവരാണ് അവന്റെ സ്നേഹിതർ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ട് ഈശോയുടെ സ്നേഹിതരാണ് നമ്മളെല്ലാവരും. ചരിത്രത്തിൽ പലപ്പോഴും അവരെ കൊന്നത് യഹൂദരാണെന്നും അവരെ കൊന്നത് റോമാക്കാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം പഴിചാരി. പിലാത്തോസിനെ പോലെ ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പല രീതിയിൽ നമ്മൾ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ നമ്മുടെ പാപങ്ങളാണ് അവനെ കുരിശിലേറ്റിയത്. അവൻ വഞ്ചിക്കപ്പെട്ടപ്പോഴും ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും കള്ളസാക്ഷികൾ അവനെതിരെ നിരന്നപ്പോഴും അനീതിയിലൂടെ വിചാരണ ചെയ്യപ്പെട്ടപ്പോഴും അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും ശാരീരികവും മാനസികവുമായി അവനെ പീഡിപ്പിച്ചപ്പോഴും നീ, ഞാൻ, നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ ദുഷ്ടർ കാരണം, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ കാരണം എത്ര നിഷ്കളങ്കർ വേദന അനുഭവിക്കുന്നുണ്ട്. ആ നിഷ്കളങ്കരുടെ പ്രതിരൂപമാണ് ക്രിസ്തു. അവനെ നമ്മളാണ് കൊന്നത് എന്ന സത്യത്തിന് മുൻപിൽ നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ നിരാശനായി യുദാസിനെ പോലെ ഇരിക്കാം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പുറത്തുപോയി മനം നൊന്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കാം, പത്രോസിനെ പോലെ. തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. മരണനിമിഷങ്ങളിൽ ക്രിസ്തു കുറെ സഹിച്ചു. അപമാനം, വേദന, പലതരത്തിലുള്ള പീഡകൾ. എന്തിന്? സ്വന്തം പിതാവിന്റെ മൗനം അവനെ വളരെയധികം അലട്ടി. പക്ഷെ അവിടെയൊക്കെ അപ്പനോടുള്ള അവന്റെ വിശ്വസ്തത അവൻ കൈവിട്ടില്ല. ഈ ദുഷ്ടത മുഴുവൻ ഒരു കുറ്റവാളിയെ പോലെ അവൻ പാസീവായി അല്ല സഹിച്ചത്. മറിച്ച് ഈ വേദനകളും ആട്ടും തുപ്പും ചെമ്മട്ടിയടിയും ക്രൂശീകരണവും ഒക്കെ ആക്റ്റീവായി സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു പുരോഹിതനെ പോലെ അവൻ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിച്ചു. ഈ ജൂഡോയിലൊക്കെ എതിരാളിയുടെ ഭാരം ഉപയോഗിച്ച് അവനെ തന്നെ മലർത്തിയടിക്കുന്നത് പോലെ അവൻ തിന്മയെ, സാത്താനെ അവന്റെ തന്നെ കെണിയിൽപ്പെടുത്തി. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. മൂന്നാം ദിവസം അവൻ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹിതനായി. എന്ന് പറഞ്ഞാൽ മരണം നമ്മുടെ അന്ത്യമല്ല എന്ന് നമുക്ക് കാണിച്ചു തന്നു.
ലോകത്തെ അതിൻ്റെ ട്രാക്കിലാക്കി, ജീർണിച്ച തുണിയെ തുന്നി ഉള്ളിൽ നിന്ന് റെഡിയാക്കി, കാണാതെ പോയ നമ്മളെ കണ്ടെടുത്ത് തോളിലേറ്റി ആ നല്ലിടയൻ, ആ ചേട്ടൻ അപ്പൻ്റെ അടുത്തേക്ക് യാത്രയായി. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ പോലെ അവൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി, ഒരു പുരോഹിതനെ പോലെ നമ്മളെ തന്നെ അർപ്പിച്ച് വീണ്ടെടുത്തു, ഒരു രാജാവിനെ പോലെ സൃഷ്ടിയെ മുഴുവനെയും അവനിൽ ഒരുമിപ്പിച്ച് അതിനെ ഭരിക്കുന്നു. അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ എതിർക്കുന്നത് ഈ രക്ഷയെയാണ്, ഈ ഗുഡ് ന്യൂസിനെയാണ്, ഈ സുവിശേഷത്തെയാണ്. സുഹൃത്തെ, ഇതിൽ നമ്മുടെ മേന്മ എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ദൈവം ഇത്രയധികം നമുക്ക് വേണ്ടി ചെയ്തത്? അതിനുത്തരം ഒന്നേ ഉള്ളൂ: സ്നേഹം. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് പൗലോസ്ലീഹ ഭാര്യ ഭർത്താക്കന്മാരോട് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയാൽ നല്ലതായി. താങ്ക് യു.